പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ അർജുൻ ഡ്രസ് മാറ്റി ഇറങ്ങി. ഇത്തവണ അവൻ ബൈക്കിന് പകരം കാറാണ് എടുത്തത്. അരമണിക്കൂർ കൊണ്ട് തന്നെ അവൻ കോളേജിലെത്തി. അപ്പോഴേക്കും ജ്വാലയും അവളുടെ സ്കൂട്ടിയിൽ ഗേറ്റ് കടന്നു വന്നു. അർജുൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ജ്വാല കണ്ടിരുന്നു. അവൾ സ്കൂട്ടി കാറിനടുത്ത് നിർത്തി. അവളോട് സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഐ ഹാഡ് സെൻഡ് എ മെസ്സേജ് ഇൻ ദ മോർണിംഗ്. ഡിഡ് യു സീ ദാറ്റ്? അർജുൻ ചോദിച്ചു. നോ, ഞാൻ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. അച്ഛനോ ഏട്ടനോ പവ്യങ്കിളോ ഇടയ്ക്ക് ഫോൺ ചെയ്യും, അത് അറ്റൻഡ് ചെയ്യും എന്നല്ലാതെ ഫോൺ ഉപയോഗിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. ഇനി മുതൽ ഇടയ്ക്ക് വാട്സാപ്പ് ചെക്ക് ചെയ്യണം, ഓക്കെ? അർജുൻ പറഞ്ഞു. ഓക്കെ, ജ്വാല സമ്മതിച്ചു. ദെൻ പാർക്ക് യുവർ സ്കൂട്ടി ഇൻ ദ കോളേജ് ഗ്രൗണ്ട്. നമുക്ക് കാറിൽ പോകാം, അർജുൻ പറഞ്ഞു. ജ്വാല തൻ്റെ സ്കൂട്ടി കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് വന്നു. അർജുൻ കാറിൽ കയറി. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു വെച്ചു. ജ്വാല ഒരു ചമ്മലോടെ മുന്നിൽ കയറി. ഇതുവരെ ഏട്ടനോടൊപ്പമല്ലാതെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പരുങ്ങൽ ഉണ്ടായിരുന്നു അവൾക്ക്. അർജുൻ അത് കണ്ടെങ്കിലും കാര്യമാക്കിയില്ല. അവൻ അടുത്തുള്ള പാർക്കിങ്ങിലേക്ക് വണ്ടി വിട്ടു. ജ്വാലയാണ് വഴി പറഞ്ഞു കൊടുത്തത്. ഉച്ചസമയം ആയതിനാൽ തന്നെ റോഡിൽ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാലോ? അർജുൻ ചോദിച്ചു. ജ്വാല സമ്മതിച്ചു. അവൻ അടുത്തു കണ്ട ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി വിട്ടു. അർജുൻ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തു ഇറങ്ങി. ജ്വാലയും. അർജുൻ അവൾക്ക് ഇഷ്ടപ്പെട്ട മന്തി ഓർഡർ ചെയ്തു. അവനും അത് തന്നെയാണ് കഴിച്ചത്. അർജുൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തു ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജ്വാലയെ ലക്ഷ്യം വെച്ച്. കഴിക്കുന്നതിനിടയിൽ അവളോട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അവൻ ചോദിച്ച് മനസ്സിലാക്കി. അവൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ പേരുകളും അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം ഫോൺ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അതു കഴിഞ്ഞ് പാർക്കിലേക്ക് വണ്ടി വിട്ടു. പാർക്കിലും തിരക്കില്ലായിരുന്നു. അർജുൻ ഒരു ഭാഗത്ത് സിമൻറ്റ് ബെഞ്ചിലിരുന്നു. കുറച്ച് അകലമിട്ട് ജ്വാലയും അത് കണ്ട് അർജുൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ജ്വാല അത് കണ്ടതായി ഭാവിച്ചില്ല. ഐ വിൽ ഗോ ബാക്ക് ടുഡേ ഈവനിങ്. ബിഫോർ ദാറ്റ് ജസ്റ്റ് ടോക്ക്, ഓക്കെ? ദെൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി, അർജുൻ പറഞ്ഞു. ജ്വാല ഒന്ന് മടിച്ചു. ഐ വാണ്ട് ടു നോ അബൌട്ട് യു, അർജുൻ പറഞ്ഞു. യു നോ മലയാളം? ജ്വാല ചോദിച്ചു. എഴുതാനും വായിക്കാനും അറിയില്ല, സംസാരിക്കാൻ അറിയാം, കേട്ടാലും മനസ്സിലാവും, അർജുൻ ചമ്മലോടെ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇനി മലയാളം മതി. ഒന്ന് സംസാരിച്ചു ശീലിച്ചു നോക്കൂ, ജ്വാല പറഞ്ഞു. ഓക്കെ, അർജുൻ സമ്മതിച്ചു. തുടർന്ന് സംസാരിച്ചതിൽ ഇംഗ്ലീഷ് വേർഡ്സ് കലർന്നിട്ടുണ്ടെങ്കിലും അവളത് അത്ര കാര്യമാക്കിയില്ല. ജ്വാല തന്നെക്കുറിച്ച് പറഞ്ഞു. വളരെ സ്ട്രിക്റ്റായ പിടിവാശിക്കാരനായ അച്ഛനെപ്പറ്റിയും പവ്യങ്കിൾ തന്നേക്കാൾ ഒരു വയസ്സിന് മൂത്ത തൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്ന ഏക കൂടപ്പിറപ്പായ ഏട്ടനെപ്പറ്റിയും അവൾ വിശദമായി പറഞ്ഞു. തൻ്റെ 2 ചങ്ക് ഫ്രണ്ട്സ് ടീൻസായ ജെറിയെയും മെറിയെയും പറ്റി അവൾ പറഞ്ഞു. അവരുടെ പേരൻസിനെ പറ്റി പറഞ്ഞില്ല. അത് രഹസ്യമായ കാര്യമാണല്ലോ. പിന്നെ ജ്വാല അവളുടെ പഠനത്തെ പറ്റിയും പറഞ്ഞു. റോക്കിയെ പറ്റിയും തൻ്റെ കരാട്ടെ കളരി പഠനവും അവൾ അവനോട് പറഞ്ഞില്ല. അതുമാത്രം അവൾ രഹസ്യമാക്കി വെച്ചു. സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ജ്വാലയ്ക്ക് അവനോടുള്ള അപരിചിതത്വമൊക്കെ മാറിയിരുന്നു. അവൾ ജോളി ടൈപ്പ് ആണെന്ന് അർജുന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇന്ന് ഈവനിങ് ഞാൻ പോകും. ഇനി ഇപ്പോഴൊന്നും ഞാൻ കാണാൻ വരില്ല. അത് റിസ്ക്കാണ്. ആരെങ്കിലും കണ്ടാൽ ഈ മാരേജ് തന്നെ മാറിപ്പോകും. മാത്രമല്ല നീ സ്റ്റഡിയിൽ ശ്രദ്ധിക്ക്, ഓക്കെ? അർജുൻ പറഞ്ഞു. ജ്വാല തലയാട്ടി സമ്മതിച്ചു. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ എന്നോട്? അർജുൻ ചോദിച്ചു. ഉണ്ട്. 1, നിങ്ങൾ സമ്മതിച്ചു കാണാൻ വരില്ലെന്ന്. 2, എനിക്ക് അധികം മെസ്സേജ് അയക്കരുത്. എൻ്റെ ഫോൺ എല്ലാവരും എടുക്കാറുണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യും. ജ്വാലയെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അർജുൻ ഇടയിൽ കയറി. ഇമ്പോസിബിൾ, അത് പറ്റില്ല. കാണാൻ ഏതായാലും പറ്റില്ല. നമുക്കൊരു ദിവസമെങ്കിലും മെസ്സേജ് അയക്കണം. ഞായറാഴ്ച ഞാൻ മെസ്സേജ് അയക്കും, രാത്രി 10 to 11 വരെ. അത് കഴിഞ്ഞ് നീ ഉറങ്ങിക്കോ, ഓക്കെ? അർജുൻ്റെ നിർബന്ധം കാരണം ജ്വാല
ആ ഡീൽ സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം കൂടി, ഒരു ദിവസം വീഡിയോ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരും. എന്തു പറയുന്നു? ആ കാര്യത്തിൽ എനി ഡൗട്ട്? അർജുൻ ചോദിച്ചു. ഓക്കെ. ജ്വാല അതും സമ്മതിച്ചു കൊടുത്തു. അന്നും അർജുൻ ജ്വാലയെ ചേർത്ത് നിർത്തി സെൽഫി എടുത്തു. പിന്നെ പോക്കറ്റിൽ നിന്ന് ആദ്യമേ വാങ്ങിവെച്ച സ്വർണത്തിൻ്റെ നൂൽ പോലെയുള്ള ഒരു ചെയിൻ എടുത്ത് ഓർക്കാപ്പുറത്ത് ജ്വാലയുടെ കഴുത്തിലിട്ടു. ലോക്ക് കടിച്ചു മുറുക്കി കൊടുത്തു. ഇപ്പോൾ ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഓക്കെ. പെട്ടെന്ന് അർജുൻ ജ്വാലയെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ഒരു കിസ് കൊടുത്തു. ജ്വാല ഞെട്ടിപ്പോയി. പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അർജുൻ്റെ കരുത്തിനു മുന്നിൽ അതൊന്നും ഫലം കണ്ടില്ല. ഈ ഒരു പ്രാവശ്യം, ഇനി മാരേജ് കഴിഞ്ഞിട്ട് ഓക്കെ, അർജുൻ പറഞ്ഞു. ജ്വാലയ്ക്ക് എന്ത് പറയണമെന്ന് അറിവുണ്ടായില്ല. അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. അവൾ തല താഴ്ത്തിയും തിരിച്ചു പിടിച്ചും നിന്നു. അപ്പോൾ തന്നെ അർജുൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. വിളിച്ചത് ഐശ്വര്യയാണ്. നീ എവിടെയാ അജ്ജു? അവർ ചോദിച്ചു. ഞാനിവിടെ കോളേജിൻ്റെ മുന്നിലുണ്ട്. അവളെ കണ്ടില്ല. ഞാൻ ഇപ്പോൾ തിരിച്ചു വരും. പോകാൻ ടൈമായി തുടങ്ങുന്നു, അർജുൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ജ്വാലയ്ക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. അവളുടെ പൊട്ടിച്ചിരി അവൾ അറിയാതെ അർജുൻ തൻ്റെ ഫോണിൽ പകർത്തി. നീ എന്തിനാ ചിരിക്കുന്നേ? വാട്ട് ഹാപ്പൻഡ്? അതിനു മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പിന്നെ അവരോട് പറയണോ നമ്മൾ തമ്മിൽ കണ്ടത്? പറഞ്ഞാൽ പിന്നെ അതെല്ലാവരും അറിയും. വേണോ അത്? അർജുൻ ചോദിച്ചു. അയ്യോ വേണ്ട. ജ്വാല ടെൻഷനോടെ പറഞ്ഞു. എൻ്റെ ലീവ് തീർന്നു. എനിക്ക് ഇന്ന് തന്നെ ഡൽഹിക്ക് തിരിച്ചു പോകണം. എന്നാ നമുക്ക് പോയാലോ? അവൻ മനസ്സോടെ ചോദിച്ചു. അവൾ മൂളി. അർജുൻ അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. അന്ന് തന്നെ അവൻ ഡൽഹിക്ക് മടങ്ങി.